ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര കളിച്ചിരിയിലൊക്കെയാണ് ലിയോ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് വലിയൊരു കാര്യം നടക്കുന്നുണ്ട്, അത് അവൻ അറിയില്ലല്ലോ. ബൈ ദ വേ അവനെ നമ്മളിപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അവന് വേണ്ടി കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാം ഹെർബ്സിന്റെ കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ ബേബിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ എല്ലാ പ്രോഡക്ട്സും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അത് മാത്രമല്ല ഈ ഒരു ബേബി ഓയിൽ ഉണ്ടല്ലോ, ഇത് ഭയങ്കര നോൺ സ്റ്റിക്കി ആണ്. പിന്നെ ബേബിയുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ്സും ഇച്ചിങ്ങും ഒക്കെ പോകാൻ വേണ്ടിയിട്ടും ചെറിയ ചെറിയ റാഷ് ഉണ്ടെങ്കിലൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓയിൽ മസാജ് എല്ലാം കഴിഞ്ഞാൽ അവനെ ബേബി വാഷ് വെച്ച് കുളിപ്പിക്കുകയാണ്. ഫാം ഹെർബ്സിന്റെ തന്നെ ബേബി വാഷ് ആണ് കേട്ടോ. ഇതും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഭയങ്കര മൈൽഡ് ആണ്. ഇത് ഹെഡ് ടു ടോ വാഷ് ആണ് കേട്ടോ. ലിയോക്ക് ആണെങ്കിൽ കുളിക്കാനായിട്ട് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയാം, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കിട്ടുമ്പോൾ കുടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവന് ഇതുപോലെ കാലിലെടുത്തിട്ടാണ് കുളിപ്പിക്കാറുള്ളത് കേട്ടോ. കാരണം കിടത്തി കുളിപ്പിക്കാനേക്കാളും കുറച്ചുകൂടെ സേഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചെവിയിലൊന്നും വെള്ളം പോയില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും ഫാം ഹെർബ്സിന്റെ തന്നെയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബോഡി ലോഷൻ ഉണ്ട്. ഇവരുടെ എല്ലാ പ്രോഡക്റ്റും ഡെർമറ്റോളജി ടെസ്റ്റഡും കൂടിയിട്ടാണ്. സോ നിങ്ങൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ലിയോക്ക് ഞാൻ ഇതുവരെ കാജലൊന്നും യൂസ് ചെയ്തില്ല. ഇടയ്ക്ക് ഇതുപോലെ വല്ലപ്പോഴും പൊട്ട് വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ അവൻ അപ്പം തന്നെ അത് മായ്ച്ചു കളയൂട്ടോ. അങ്ങനെ അവനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായി. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വേറെ എങ്ങോട്ടും അല്ല, അവന് വേണ്ടിയിട്ട് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ്. 2.5 മാസത്തെ വാക്സിനാണ്. കഴിഞ്ഞ വട്ടത്തെ പോലെ എനിക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഈ വട്ടം ഒറ്റ ഇഞ്ചക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും എല്ലാരെയും നോക്കി ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ ആസ് യൂഷ്വൽ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ബഹളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഓക്കെ ആയി. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഏറ്റവും ടെൻഷൻ എന്താന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കാനാണ്. അവൻ സമ്മതിക്കാറില്ല. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തട്ടി മാറ്റും, അല്ലെങ്കിൽ അവൻ വായിലുള്ളത് മൊത്തം തുപ്പിക്കളയും. എന്നിട്ട് ഇതുപോലെ കിടന്ന കാര്യം ഇഞ്ചക്ഷൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ അവൻ മരുന്ന് കൊടുക്കുമ്പോൾ കരയാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവൻ അധികം മരുന്നൊന്നും കൊടുക്കാറില്ല. അവരിപ്പോൾ തന്ന ഡോസിനേക്കാളും കുറച്ചാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. അത് മാത്രമല്ല ഒറ്റ ദിവസം മാത്രമേ ഞാൻ മരുന്ന് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പൊ ലിയോന്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു ഇത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.